രഘുവേട്ടന്റെ വിവരമൊന്നും അറിഞ്ഞില്ലല്ലോ. ഒന്ന് വിളിച്ചു വയ്ക്കാന്ന് വെച്ചാൽ ആരെ വിളിക്കാനാ? ഭാനുവമ്മയല്ലേ അവിടെ ഉള്ളൂ. ആരുടെയിലാണെങ്കിൽ ഫോണും ഇല്ല. ഇനി എന്തായാലും രഘുവേട്ടനെ തന്നെ ഒന്ന് വിളിച്ചു നോക്കാം. കിട്ടുകയാണെങ്കിൽ പറ്റുന്ന പോലെ ഒന്ന് സമാധാനിപ്പിക്കുകയും ചെയ്യാം. ഹലോ. ആ ഹലോ ഭാനുമ്മ, ഞാനാ ചിലങ്കയ. മനസ്സിലായി മോളെ, അതാ ഞാൻ ഫോൺ എടുത്തത്. രഘുവേട്ടൻ അവിടെ ഇല്ലേ ഭാനുമ്മ? ആ ഇവിടെ ഉണ്ട്. ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല. യാതൊരു ബോധവും ഇല്ലാത്ത അവസ്ഥയിലാ രഘു. ഇന്ദ്രേട്ടനും അനുചേച്ചി വന്ന് സംസാരിച്ചിട്ട് മാറ്റമൊന്നുമില്ലേ? എന്തു മാറ്റം? രഘു എന്തോ തീരുമാനിച്ച മട്ടാണ്. അവന്റെ ഇപ്പോഴത്തെ രീതി കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നു. ഇങ്ങനെ പോയാ നമുക്കവനെ നഷ്ടമാകും. അനു ഇന്ദ്രനും കൂടി വന്നപ്പോ രഘുവിന്റെ മദ്യപാനം നിർത്താൻ വേണ്ടി ആയാലും ഇവിടെ ഇരുന്ന് കഴിക്കരുതെന്ന് പറഞ്ഞത് രഘുവിന് ഇഷ്ടപ്പെട്ടിട്ടില്ലെന്നാ തോന്നുന്നത്. നല്ല രീതിയിൽ മദ്യപിച്ചിട്ടാ കിടന്നുറങ്ങുന്നത്. ഇനി ബോധം തെളിയുമ്പോ എങ്ങനെ പ്രതികരിക്കുമെന്നറിയില്ല. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? രഘുവേട്ടൻ ഈ കാര്യങ്ങൾ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? എനിക്കൊന്നും അറിയില്ല. ഇവിടുത്തെ അവസ്ഥ കണ്ടിട്ടേ എനിക്ക് ഒരു സമാധാനവും ഇല്ല. സത്യം പറഞ്ഞാ ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. മോളെങ്ങനെയെങ്കിലും അമ്പിളിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്ക്. ഇനിയും വാശി കാണിച്ചാൽ അവൾക്ക് അവളുടെ ജീവിതം നഷ്ടമാകും. ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ചേച്ചി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഭാനുമ്മ. എങ്ങനെ ആയാലും വേണ്ടില്ല. നാളെ അമ്പിളിയോ മാഷിനെയോ ഇങ്ങോട്ട് അയക്കണം. അല്ലെങ്കിലേ പ്രശ്നം വഷളാകും. ഭാനുമ്മ വിഷമിക്കണ്ട, ഞാനേ അച്ഛനോട് പറയാം. ശരി മക്കളെ. രഘു എണീക്കുന്നതിന് മുമ്പേ ഫോൺ തിരിച്ചു വയ്ക്കട്ടെ. ശരി ഭാനുമ്മ. ശരി. എന്റെ ദൈവമേ. ഇങ്ങനെ പോയ കാര്യങ്ങൾ കൈവിട്ടു പോവും. അതെ അച്ഛാ, ചിലപ്പോ രഘുവേട്ടനെ തന്നെ നമുക്ക് നഷ്ടമായിന്ന് വരും. നീ എന്തൊക്കെയാടി വിളിച്ചു പറയുന്നത്? അവള് പറഞ്ഞതിലും കാര്യമുണ്ട് അമ്പിളി ചേച്ചി. അത്രയ്ക്ക് മോശപ്പെട്ട അവസ്ഥയിൽ കൂടെ രഘുവേട്ടൻ പോകുന്നതെന്നാ ഭാനുമ്മ പറഞ്ഞത്. എന്ത് ചെയ്യാനാ? നിസ്സാരമായി പരിഹരിച്ച് തീർക്കാവുന്ന ഒരു കാര്യമാണ് ഇപ്പൊ ഈ അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നത്. എന്റെ മരണശേഷവും നിങ്ങൾക്ക് രഘു താങ്ങായിട്ടുണ്ടാവുന്ന ഞാൻ കരുതിയത്. അവനാ സ്വന്തം കാര്യം പോലും നോക്കാൻ ബോധമില്ലാത്ത അവസ്ഥയിൽ സ്വയം നശിക്കുന്നത്. ഇനി നമ്മളിങ്ങനെ വെറുതെ ഇരുന്നാ അത് ശരിയാവില്ല അച്ഛാ. നമുക്ക് എന്തെങ്കിലും ചെയ്യണം. അതെ, രഘുവേട്ടൻ ഇങ്ങനെ നശിക്കാൻ വിട്ടുകൊടുക്കരുത്. ഈ കുടുംബത്തിന് വേണ്ടി മരിക്കാൻ പോലും മടിയില്ലാത്ത ആളാ രഘുവേട്ടൻ. നീ എന്താ അമ്പിളി ഒന്നും മിണ്ടാത്തത്? ഇപ്പോഴും നിന്റെ വാശി തീർന്നില്ലേ? ഇപ്പൊ നീയാ ജയിച്ചിരിക്കുന്നത്. രഘു നിന്റെ മുന്നിൽ തോറ്റു കഴിഞ്ഞിരിക്കുന്നു. അച്ഛനും കൂടി എന്നെ വേദനിപ്പിക്കാൻ നോക്കാണോ? അല്ല, നീ ഒന്ന് താണു കൊടുത്തിരുന്നെങ്കിൽ, അതല്ലെങ്കിൽ അവനോട് നീ ക്ഷമിക്കാൻ തയ്യാറാകുമായിരുന്നെങ്കിൽ കാര്യങ്ങൾ ഇത്രയ്ക്കൊന്നും വഷളാവില്ലായിരുന്നു. വാശി കാണിച്ച് കാണിച്ച് നീ നശിപ്പിച്ചത് നിന്റെ സ്വന്തം ജീവിതം തന്നെയാ. മദ്യപിച്ച അബോധാവസ്ഥയിൽ അവിടെ ഇവിടെ കിടന്ന് നശിക്കുന്നത് നിന്റെ കുഞ്ഞിന്റെ അച്ഛനാ. നാളെ അവള് തിരിഞ്ഞു നിന്ന് നിന്നോട് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഇടവരുത്തരുത്. ചേച്ചിയെ കരയിക്കാൻ വേണ്ടിയല്ല, വിഷമം കൊണ്ടാ ഞങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞത്. രഘുവേട്ടന്റെ അവസ്ഥ നേരി കണ്ട ചേച്ചിക്ക് പോലും അത് സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. അത്രയ്ക്ക് മോശം അവസ്ഥയിലാണെന്നാ ഭാനുമ്മ പറഞ്ഞത്. ഞാൻ എന്തായാലും നാളെ രഘുവിനെ നേരിൽ പോട്ടൊന്ന് കാണാം, കണ്ട് സംസാരിക്കാം. എന്റെ വാക്കിന് അവനൊരു വില കൽപ്പിക്കുന്നു തന്നെയാ എന്റെ വിശ്വാസം.
അച്ഛൻ്റെ കൂടെ ഞാനും വരുന്നുണ്ട്. സത്യമാണീ പറയുന്നത്? അതെ, എനിക്ക് എന്റെ രഘുവേട്ടനെ കാണണം. രഘുവേട്ടനൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നന്നായി മോളെ, ഇപ്പോഴെങ്കിലും നിനക്കത് തോന്നിയല്ലോ. നീ വിഷമിക്കണ്ട, നമുക്ക് സ്നേഹത്തിലൂടെ തന്നെ അവനെ മാറ്റിയെടുക്കാം. മോള് വിഷമിക്കണ്ട, അച്ഛൻ കൂടെ ഉണ്ടോ?